തൃശൂർ മാളയിൽ ലൈംഗിക അതിക്രമം ചെറുത്ത 6 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ വലയത്തിലാണ് പോലീസിന്റെ തെളിവെടുപ്പ്. മരിച്ച കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായി കൂടിയാണ് പ്രതിയുമായി വളരെ വേഗത്തിൽ പോലീസ് തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് തൃശൂർ മാളയിൽ നിന്ന് പ്രേക്ഷകർ കാണുന്നത്. ലെവിൻ കെ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ തൃശൂർ മാളയിൽ നിന്ന്. ലെവിൻ, കനത്ത സുരക്ഷാ വലയത്തിലാണ് ഈ വ്യക്തിയെ അവിടെ എത്തിച്ചിരിക്കുന്നതെന്ന് കാണാം. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടോ? നാട്ടുകാർ അവിടെ കൂടിയെത്തിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ബിനിൽ, 1:15 കൂടിയാണ് പ്രതിയെ മാള പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കൊലപാതകം നടന്ന കുഴൂരിലെ പാടശേഖരത്തിലേക്ക് എത്തിയത്. പ്രതിയെ അതീവ സുരക്ഷയൊരുക്കി പോലീസുകാർ വലയം ചുറ്റുനിന്നുമാണ് പ്രതിയെ ഇവിടേക്ക് എത്തിച്ചത്. ഏകദേശം 5 മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടു നിന്നത്. ഉദ്യോഗസ്ഥർ ഈ പ്രതിയുമായി ഇവിടേക്ക് എത്തുന്ന സമയത്ത് തന്നെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമമടക്കം ഉണ്ടായി. പോലീസ് ഇപ്പോഴും പ്രതിയെ വലയം ചെയ്താണ് തെളിവെടുപ്പ് പൂർത്തീകരിച്ച് കൊണ്ടുപോകുന്നത്. മടക്കി കൊണ്ടുപോകുന്ന വഴിയും വലിയ ജനകീയ പ്രതിഷേധം തന്നെയാണ് കാണുന്നത്. പോലീസുകാർ ഒരു 50-ലധികം പോലീസുകാർ വളഞ്ഞു നിന്നുകൊണ്ടാണ് പ്രതിയെ കൊണ്ടുപോകുന്നതെങ്കിലും ഇതിനിടയിലും ആളുകൾ സംഘടിതരായി വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വലിയ സുരക്ഷാ പ്രശ്നം തന്നെയാണ് നിലനിൽക്കുന്നത്. പോലീസുകാർ ഈ പ്രതിയെ ഏത് വിധേനയും ഒന്നും ജീപ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചുറ്റും കൂടിയ നാട്ടുകാർ വളഞ്ഞു നിന്ന് പ്രതിഷേധിക്കുന്നു. പോലീസുകാർ പോകുന്ന വഴിയെല്ലാം തന്നെ പ്രതിക്ക് ചുറ്റും നിന്ന് കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അതീവ ദുഷ്കരമാണ് ഈ സമയത്ത് പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളത്. ജനകീയ പ്രതിഷേധം തന്നെ കണക്കിലെടുത്തുകൊണ്ട് നാട്ടിൽ കയ്യേറ്റ ശ്രമമടക്കം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 5 മിനിറ്റ് തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പോലീസ് കുട്ടി ഈ കൊലപാതകം നടത്തിയപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായും ജനങ്ങൾ വലിയ രോഷപ്രകടനമാണ് നടത്തുന്നത്. രാവിലെ ലെവിൻ അവിടെയുള്ള നാട്ടുകാരുമായി എല്ലാം സംസാരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ദേഷ്യം ഈ അതിക്രൂരമായ ഹീനകൃത്യം ചെയ്തിട്ടുള്ള പ്രതിക്ക് എതിരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അയൽവക്കക്കാരൻ കൂടിയായിട്ടുള്ള ഈ പ്രതി ഇന്നലെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. കുളത്തിൽ തള്ളിയിട്ടാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത്. ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിക്കുന്നതിനിടെ ഈ കുട്ടി ചെറുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രതി, അതിനിടയിലാണ് പ്രതി കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് എന്നാണ് പോലീസ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിഹീനമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ നടുക്കം മാറാതെ ഇരിക്കുകയാണ് ഒരു നാട്. ഇന്നലെ രാവിലെ വരെ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയെ പെട്ടെന്ന് ഈ പ്രതി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. മറ്റു കുട്ടികൾ ഉൾപ്പെടെ തിരികെ വന്നെങ്കിലും ഈ കുട്ടിയെ മാത്രം കാണാതായതോടെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു. പിന്നീട് മരിച്ചിട്ടുള്ള കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതി അവിടേക്ക് എത്തുകയും ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണുകയും ചെയ്യാമായിരുന്നു. അത് വ്യക്തമായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ കുഞ്ഞിൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പിന് എത്തിയിരിക്കുന്നത്. എല്ലാ പ്രദർശനങ്ങളും കുഞ്ഞു കൊച്ചല്ലേ പഠിക്കുന്നില്ലേ ദിവ്യ ജനങ്ങൾ പ്രതികരിക്കണം. ഞാൻ സംരക്ഷിക്കരുത്. പോലീസിന് സംരക്ഷണമുള്ളൂ അല്ലേ? ഇവരുടെ പോലീസ് സംരക്ഷണമാണ് ഇവിടുത്തെ ക്രിമിനൽ വർക്ക് വർദ്ധിക്കുന്നത് ഇല്ലേ? ഞാൻ പറയണമെന്നില്ല. എനിക്ക് കൊണ്ടൊരു കുഞ്ഞ് ചേട്ടാ, ഞാൻ പറയാം 7 മണിക്ക് ഞങ്ങൾക്കൊരു പ്രതിഷേധം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പാടത്ത് 9 മണി വരെ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഈ പാടത്തിന്റെ പക്കത്തും SI സുരേഷ് സാറടക്കം ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് സുരേഷ് സാറടക്കം ഞങ്ങൾ ഈ പാടത്തും പറമ്പിലും നടന്നവരുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഞങ്ങളെ എല്ലായിടത്തും അന്വേഷിച്ച് ലാസ്റ്റ് പോലീസിന് റിപ്പോർട്ട് കാരണം ഈ കുളത്തിൽ വന്ന് നോക്കണേ. ഇവിടുത്തെ കുളത്തിൽ വന്ന് നോക്കണേ. അതിക്രൂരമായിട്ടാണ് പ്രതി ജോജോ 6 വയസ്സുകാരനെ വീടിനടുത്തുള്ള കുളത്തിൽ
അരികെ എത്തിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചുവെന്നും കുട്ടി വഴങ്ങാതെ വന്നതോടെ കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. പ്രതി ഈ വിധത്തിൽ ലൈംഗിക ഉപദ്രവം നടത്താൻ ശ്രമിച്ചതിനിടെ താൻ അമ്മയോട് ഈ വിവരം പറയുമെന്ന് കുട്ടി നിലവിളിച്ച് പറയുകയും ചെയ്തു. സംഭവം പുറം ലോകം അറിയുമെന്ന് ഉറപ്പായതോടെ കുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ജോജോ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അത് നടക്കാതെ വന്നതോടെ തൊട്ടരികിലുള്ള കുളത്തിലേക്ക് തള്ളിയിട്ടുമെന്നുമാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മൊഴിയും ആ വിധത്തിലാണ്. കുളത്തിൽ വീണതും നീന്തി 3 തവണ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും കാലുകൊണ്ട് ചവിട്ടി മരണം ഉറപ്പാക്കിയെന്നുമാണ് പോലീസ് പറയുന്നത്. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ലെവിൻ, വലിയ രോഷപ്രകടനമാണ് അവിടെ നാട്ടുകാർ നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ആ വിധത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇന്നലെ രാവിലെ വരെ ആ പൂമുഖപ്പടിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആ പിഞ്ചു കുഞ്ഞിനെ ഇപ്പോൾ ചേതനയേറ്റ രീതിയിൽ ആ വീടിന്റെ ഉമ്മറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏത് വിധത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ലെവിൻ? ബിനിൽ, തെളിവെടുപ്പ് പൂർത്തീകരിച്ച് പോലീസ് പ്രതിയുമായി മടങ്ങിയിട്ടുണ്ട്. 1:15 പ്രതി ജോജോയുമായി പോലീസ് സംഘം വലിയ പോലീസ് സുരക്ഷ സന്നാഹത്തോടുകൂടി വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പോലീസ് സംഘം ഈ കുഴൂരിലെ ഈ സ്വർണ്ണപ്പള്ളം പാടശേഖരത്തേക്ക് പ്രതിയുമായി തെളിവെടുപ്പിന് എത്തിച്ചത്. കുട്ടിയുടെ വീടിന് 200 മീറ്റർ മാത്രം അകലെയാണ് ഒരു കൃഷിത്തോട്ടവും അതിനോട് ചേർന്നുള്ള കുളവുമൊക്കെ ഉള്ളത്. ഈ പാടശേഖരത്തിനടുത്ത് ഈ കുളത്തിലെത്തിച്ചാണ് കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ, ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇയാൾ പോലീസിന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് കുട്ടിയെ 3 തവണ കുളത്തിലേക്ക് തള്ളിയിട്ടു. 2 വട്ടം കുട്ടി കയറി വന്നു. 3ാമത്തെ തവണ കുട്ടിയെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ അവിടെ വെച്ച് ചെളിയും വെള്ളവും നിറഞ്ഞ ഈ കുളത്തിൽ വെച്ച് മുങ്ങിത്താഴുകയായിരുന്നു. കുട്ടി മുങ്ങിത്താഴുന്നത് ഇയാൾ നോക്കി നിന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്നും കുട്ടി പൊന്തി വരുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഇവിടെ നിന്നും ഓടി മാറുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിന്ന് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിന് അല്പം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിയെ കാണാതായതിനു ശേഷം രാത്രി 9:30 പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ കുട്ടിയുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം എത്തി കുളത്തിൽ മുങ്ങിയെടുത്തുകൊണ്ടാണ് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗികമായി സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ആ പ്രതി കുറ്റസമ്മതം നടത്തിയ മൊഴിയിലും പോലീസിനോടുള്ള ചോദ്യം ചെയ്യലിലുമെല്ലാം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് കുട്ടിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. വൈകിട്ടോടെയാണ് ഈ കുട്ടിയുടെ സംസ്കാരം ഉണ്ടാവുക. ഒരു നാട് മുഴുവനായി കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുമ്പോൾ ഈ പ്രതിയും ഈ തെരച്ചിലിന്റെ ഭാഗമായി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുശേഷം CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ജോജോ എന്ന് പറയുന്ന 20-കാരനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി. നേരത്തെ മറ്റ് വിധ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഇയാളെന്നും നാട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മാളയിൽ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ലൈംഗിക അതിക്രമം ചെറുത്ത 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു.